എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കാണുന്നത് ചീര കൃഷിയാണ് കൂടുതലും. എൻ്റെ അപ്പൻ ഞങ്ങളെ വളർത്തിയതെല്ലാം ആളുകൾ എൻ്റെ ചീരക്കായിട്ട് നോക്കിയിരിപ്പുണ്ട്. ഈ ചീര നല്ല രുചിയാന്ന് പറഞ്ഞാൽ രാസവളം ഒന്നും ചേർക്കത്തില്ല. നിങ്ങൾ എൻ്റെ പിന്നിലോട്ട് നോക്കിക്കോ. എൻ്റെ കുളമുണ്ട്, എൻ്റെ ചീര തോട്ടം, എൻ്റെ സ്ഥലം, അതെല്ലാം വയലിലാണ് എല്ലാം നടന്ന് മാവ് ഇതെല്ലാം നിങ്ങൾ കണ്ടു. ഈ കുളത്തിനകത്ത് മീനും ഉണ്ട്. പക്ഷെ ഇനി വല്ലതും ഓടി വരുമോ? മീനുണ്ടെന്ന് മൂവാണ്ടനാ. ഞങ്ങൾ താഴെ നിൽക്കുന്നത് പഴിപ്പിക്കാൻ നിർത്തിയേക്ക. പക്ഷെ എന്നാലും പുഴു കയറും കേട്ടോ. അങ്ങാണ്ടൊരെണ്ണം വലുത് ഉണ്ടായിരുന്നു. എവിടെ ആയിരുന്നു ഇടയ്ക്ക് എന്നോട് നമസ്കാരം, ഞാൻ രാജേന്ദ്ര ബ്ലോഗ്സ് പള്ളി വന്നു. ഞാൻ ഇന്നത്തെ കൊല്ലം ജില്ലയിലെ കുതിരപ്പന്തിക്ക് അടുത്തുള്ള സ്ഥലത്താണ്. ഷീജ വർഗീസിന്റെ പിന്നെ കൃഷിയിടത്തിലാണ്. ഇവിടെ ഇപ്പൊ നമുക്ക് കിളച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ, ഇത് കിളച്ചെല്ലാം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ചീര കൃഷിയാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കും പിന്നെ ചീര കൃഷിയെ കുറിച്ച് തിരിഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, ലളിതമായ രീതിയിൽ ചീര എങ്ങനെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു തരും. ഇപ്പൊ നില ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഈ നില ഒരുക്കിയിട്ടിരിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ ആദ്യമായിട്ട് വെള്ളം പറ്റി വരുന്ന സമയത്ത് പിന്നെ നല്ലോണം കിളച്ച് വെക്കണം. കൂമ്പാരമാക്കി വെക്കും. മമ്മട്ടി കൊണ്ട് കൂമ്പാരമാക്കി വെക്കും. എന്നിട്ട് അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് തട്ടി നിരത്തുക. കുമ്മായപ്പൊടി കുറച്ച് വിതറും. 2 ദിവസം കഴിഞ്ഞ് ചാണകവും ഗോമൂത്രവും കൂടെ, ചാണകം ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ഇട്ട് പിന്നെ മേളിൽ കൊണ്ടിടും. ഇത് വിരകി ഇട്ടിരിക്കുക. മേളിൽ കൊണ്ടിട്ടിട്ട് ഗോമൂത്രവും ഒഴിച്ചിട്ടുണ്ട്. നേരിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒരു 7 ദിവസം, 3, 4 അല്ലെങ്കിൽ 5, 7 ദിവസമാ പറയുന്നത്. എന്നാലും 4-5 ദിവസം കഴിയുമ്പോൾ ഇത് ഈ ചാണകവും ഇതെല്ലാം കൂടെ, ഇതിപ്പോ എന്നും മിക്സ് ആക്കി ഇട്ടതാ. ഇത് ചാണകവും ഗോമൂത്രവും എല്ലാം കൂടെ കിടക്കുന്ന മണ്ണ് വീണ്ടും കിളച്ച് മിക്സ് ആക്കി ഇടും. ഇനിയിപ്പോ അത് നാളെ ഒന്ന് തട്ടി നിരത്തി, ഒന്നുകൂടെ ഒന്ന് തട്ടി നിരത്തി അരി പാകി ഇടും. അരി പാകി പല്ലിയരിപ്പ് വെച്ചൊന്ന് പിടിച്ച് നിരത്തി ഇടും. ഈ അരി പാകുമ്പോഴേ ഉറുമ്പൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അരിയുടെ കൂടെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ? അരിയുടെ കൂടെ ഒന്നും ചേർക്കത്തില്ല. സൈഡിൽ ഉറുമ്പൊടി ഇടും. ഉറുമ്പൊടി ഇടും, അല്ലെ മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. മതി. പക്ഷെ ഇപ്പൊ ഉറുമ്പൊടി ഇടത്തില്ല. അങ്ങനെ ഒന്നും ഇടത്തില്ല. മിക്കവാറും ഇടത്തില്ല. കിട്ടുന്നത് കിട്ടട്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണല്ലേ? കിട്ടും, കുഴപ്പമൊന്നുമില്ല. ഇവിടെ പാകാനാണ് ഉപയോഗിക്കുന്നത്. ഇത് പാകാൻ പാകം നില ഒരുക്കിയിട്ടിരിക്കുകയാണ്. പാകാൻ മാത്രം. എന്നിട്ട് മണ്ണിടും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അരി വിതറുമ്പം ഒരിടത്തായി പോകും. അരിയും നല്ല പൂഴി മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ചേറി ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ചേറി ഇങ്ങനെ പൂഴി മണ്ണും കൂടെ ചേറി ഇടും. എന്നിട്ട് പല്ലിയരിപ്പ് വെച്ചൊന്ന് പിടിച്ച് എന്തോന്നാക്കി വെക്കും. 4 ദിവസം കഴിയുമ്പം കിളിച്ചു വരും. 16 ദിവസം ആകുമ്പം പിഴുതാണ്. വെള്ളം കൊടുക്കണ്ടേ? വെള്ളം കൊടുക്കണം. രാവിലെ വൈകിട്ടും വെള്ളം അടിക്കും. വെള്ളം കൊടുക്കാതെ പറ്റുമോ? വെള്ളം തളിച്ചു കൊടുക്കണം. ഇങ്ങനെ തളിക്കുക, കുത്തി ഒഴിക്കരുത്. പക്ഷെ നമ്മള് ഓസ് വെച്ച് ഇങ്ങനെ കൈ വെച്ച് പിടിക്കുമ്പോ സ്പ്രെഡായി ഡ്രോപ്പ് ആയിട്ട് പോയിക്കോളും. അങ്ങനെ രാവിലെയും വൈകുന്നേരം. പിന്നെ നനവുള്ളടമാണെങ്കിൽ ഒരു നേരം ഒഴിച്ചാൽ മതി. ഇത് പൊക്കം വരുമ്പോ പറിച്ചു നടാം. ആ പരിപാടി നമുക്ക് നിപ്പുണ്ടോ? ആ പരിപാടി നിപ്പുണ്ട്. ഇച്ചിരൂടെ വലുതായ നിപ്പുണ്ട്. അപ്പൊ നമുക്കത് കാണാം. ഇത് വേണ്ട 15 ദിവസമായ ചീരത്തൈ നമ്മൾ പാകി ഇട്ടിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഇത്രയൊക്കെ ആകും. സാധാരണ ഇത്രയാകുമ്പോഴാണ് പറിച്ച് നടുന്നത്. പറിച്ച് നടും. ഇത് നട്ടേക്കുന്നത് വേണ്ട. ഞാനിപ്പോൾ മെനങ്ങാന്ന് നട്ടിട്ടേ ഇത് കണ്ടോ. നട്ടിട്ട് കഴിഞ്ഞാൽ രാവിലെ മാത്രം വെള്ളം, നട്ടിട്ട് വൈകിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്ന് വേര് പിടിച്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് രാവിലെ മാത്രമേ 3-4 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കത്തുള്ളൂ. വൈകിട്ട് വെള്ളം ഒഴിച്ചാൽ ഇതെല്ലാം വാടി തളർന്നങ്ങ് പോകത്തേ ഉള്ളൂ. ഇത് കണ്ടിപ്പോൾ 15 ദിവസമായ ചീരയാണ് ഈ 2 വാര. ഈ ചീരയ്ക്ക് നമ്മൾ ഇത് ഇടയിളക്കി ഇട്ടേക്കുക. ഇടയിളക്കാൻ നേരത്ത് വേണമെങ്കിൽ ചാണകപ്പൊടി ഉണക്കി ചിരിയിട്ട് ഇടയിളക്കി മണ്ണിനോട് ചേർത്താൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് വളമൊന്നും ഇത് വലുതായി കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ കൊടുക്കത്തില്ല. പിന്നെ 2 നേരവും നനച്ചു കൊടുക്കും. ഏറ്റവും നല്ല എൻ്റെ പാരമ്പര്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള തുടർന്ന് പോരുന്ന ആ വിത്ത് തന്നെ പട്ടുചീരയുടെ വിത്തായത്. നമ്മൾ 2 നേരം വെള്ളം നനച്ചു കൊടുക്കും. 30 ദിവസം ആകുമ്പോൾ ചീര പറിച്ചെടുക്കാം. ഇതിനി 15 ദിവസം കഴിഞ്ഞാൽ പറിക്കാം അല്ലേ? എങ്ങനെ വേരോടെ പിഴുതെടുക്കുവാണോ അതോ? വേരോടെ പിഴുതെടുത്ത് പിന്നെ കെട്ടായിട്ട് കൊണ്ടുപോകും. നമ്മൾ പിടിയായിട്ട് ഇത്ര രൂപയ്ക്ക് കണക്കാക്കി കൊണ്ടുപോയി ഞാൻ തന്നെ കൊണ്ടുപോയിക്കുക. ഇപ്പം നേരത്തെ എൻ്റെ അപ്പനായിരുന്നു കൊണ്ടുപോകുന്നത്. അപ്പന് വയ്യാത്തതുകൊണ്ട് ഇപ്പം സൈക്കിളൊന്നും ചവിട്ടാൻ വയ്യ. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി സ്കൂട്ടറെ കൊണ്ടുപോയി റോഡിലൊക്കെ കൊണ്ടുവന്ന്
ഇതെന്റെ അപ്പച്ചനാണ്. അച്ചാച്ചന് ഇത്രയും വർഷം കൊണ്ട് വയസ്സ് 80 10-20 വയസ്സായപ്പോൾ തൊട്ടേ അവര് കൃഷി തുടങ്ങിയത് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കാണുന്നത് ചീര കൃഷിയാ കൂടുതലും. എൻ്റെ അപ്പൻ ഞങ്ങളെ വളർത്തിയതെല്ലാം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ ഈ പട്ടുചീരയുടെ ഈ വിത്ത് മാത്രം, ഞങ്ങളുടെ വിത്ത് തന്നെ മാത്രം എടുത്ത് ഞങ്ങൾ ഒരിക്കലും ഇത് വേറെ വാങ്ങിച്ചോ ഒന്നും നട്ടിട്ടില്ല. ഈ പട്ടുചീരയുടെ തന്നെ വിത്തെടുത്ത ഞങ്ങൾ ഇതുവരെ നട്ടിട്ടുള്ളത്. ഞങ്ങൾ 2-3 പാക്കിനുള്ള 2-3 തവണയായിട്ടുള്ള ചീരക്കുള്ള വിത്ത് എടുത്ത് വെച്ചേക്കും. അത് തന്നെ നമ്മളെ അടുത്തുള്ളു. ഇപ്പൊ ഞാന് പിന്നെ ഇത് ഇപ്പൊ ചീര പാകമായി കഴിയുമ്പോൾ ഞാൻ തന്നെ ഇപ്പൊ അച്ചാച്ചൻ ഇപ്പൊ വയ്യ കൊണ്ടുപോകാൻ, ഞാൻ തന്നെ സ്കൂട്ടറിൽ കൊണ്ടു നടന്ന് വിൽക്കും. ആളുകൾ എൻ്റെ ചീരക്കായിട്ട് നോക്കി ഇരിപ്പുണ്ട്. ഈ ചീര നല്ല രുചിയാന്ന് പറഞ്ഞാൽ രാസവളം ഒന്നും ചേർക്കത്തില്ല. അതുകൊണ്ട് വിത്തിന് നിർത്തിയേക്കുന്ന ചീരകളാണ് അതൊക്കെ വിത്തിനായിട്ട് നമ്മൾ നിർത്തിയേക്കും. അതുകൊണ്ട് ചിലത് പൂവുണ്ട്. അത് ഇനി അതിൻ്റെ ഇച്ചിരൂടെ ആകുമ്പോൾ ഒരു 10-20 ദിവസം കൂടെ ആകുമ്പോൾ അതിൻ്റെ അരി കറുത്ത് വരും. അന്നേരം നമ്മൾ പറിച്ച് ഉണക്കി ഇടഞ്ഞ് അരി എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കും അടുത്ത വർഷത്തേക്ക്. ഞങ്ങൾ കോഴിക്കും, അതുകൊണ്ട് കോഴിക്കും പശുവിനും ലാക്കാം. നല്ല ആരോഗ്യമുള്ള ചീരയൊക്കെ നോക്കിയാ വിത്തിന് നിർത്തുന്നത്. വേണ്ട, അതിനകത്ത് അരി വന്നതാണല്ലേ. ഇത് 3 മാസം ആവാറായി. അരി വന്നത് ഇച്ചിരൂടെ പൊഴിക്കുമ്പോ പൊഴിഞ്ഞു വരും. ഇങ്ങനെ നമ്മള് കയ്യില് ഇങ്ങനെ ഞെരടി നോക്കുന്ന കറുത്തതാണെങ്കിൽ വിളഞ്ഞില്ലേ, അതാ 3 മാസം വേണ്ടി വരും. 3 മാസം വേണം. ഇല്ല, ഇനി 1 മാസം കൂടെ വേണം. ഇനി 1 മാസം കൂടെ, 1 മാസം മതി. അതിനുശേഷം എടുത്തിട്ട് ഇതെല്ലാം പറിച്ചെടുക്കും. അരി മൊത്തം പറിച്ചെടുത്തിട്ട് വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ച് ഉണക്കി പാറ്റി 2-3 ദിവസം ഉണക്കും. ഉണക്കിയിട്ട് അരി പൊഴിഞ്ഞു വരുന്ന ഞെവിടി നമ്മൾ ആ അരി പൊഴിച്ചെടുക്കും. ഇതിന്റെ പൂവിനാ അരി മാത്രമായിട്ട് വേർതിരിച്ചെടുക്കും. എടുത്തതിന് ശേഷം പാറ്റി പെറുക്കി വെയിലത്ത് വെക്കുവോ? വെയിലത്തൊന്നും വെക്കത്തില്ല, വീടിനകത്തിട്ട് അടച്ചു വെച്ച്. പിന്നെ എത്ര നാളിന് ശേഷം പാകാൻ പറ്റും? 1 വർഷം അടുത്ത്. അത് അന്നേരം തന്നെ ഭാവിയെ കളിക്കൂല്ലേ. നമ്മള് 1 വർഷം വെച്ചേക്കണം. നമ്മൾ അടുത്ത സീസൺ ആകുമ്പോഴേ അങ്ങനെ അല്ലേ? അല്ല, ഭാവിയാലും കിളിക്കും. പക്ഷെ മഴയാകുമ്പോ ചീര നല്ലോണം വരത്തില്ല, മഴത്തല്ലേറ്റു പോകും. 80 വയസ്സുള്ള അപ്പച്ചന്റെ മോള് രണ്ടുപേരെയും കണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. എന്ത് സന്തോഷം. അപ്പൊ അപ്പച്ചനായിരുന്നു ശരിക്കും സൈക്കിളിൽ ചീര കൊണ്ട് നടന്നു വിറ്റത്. ഇവിടുന്ന് 15-20 കിലോമീറ്റർ ദൂരെ നടന്നാണ് ചീര വിൽക്കുന്നത്. അതിന് ചീര മേടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട്, വിളിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കാര്യം ഇവിടെ കൃത്രിമം ഒന്നുമില്ല, പട്ടുചീര മാത്രമാണ്. അപ്പച്ചന് ഏറ്റവും നിർബന്ധമാണ്. ഏറ്റവും നല്ല പിന്നെ ഇനം നോക്കി പട്ടുചീരയുടെ കരുത്താർന്ന ചെടി വെച്ചാണ് അതിന്റെ വിത്തിന് വേണ്ടിയുള്ള അമ്മച്ചീര തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ആരോഗ്യ കേരളം നല്ല കേരളമാക്കാൻ വേണ്ടി, നമുക്ക് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറാൻ വേണ്ടി ഇതുപോലുള്ളവരിൽ നിന്നും നമ്മൾ പച്ചക്കറികളും ഒക്കെ വാങ്ങി നമ്മൾ തന്നെ സ്വയം നടുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും.